വിലക്കയറ്റത്തിനും GSTക്കുമെതിരെ രാജ്യസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച 19 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. സഭയോടും സഭാനാഥനോടും അവമതിപ്പുണ്ടാകും വിധം പെരുമാറിയെന്ന് ചൂണ്ടിക്കാട്ടി ചട്ടം 256 പ്രകാരം സസ്പെൻഷനുള്ള പ്രമേയം അവതരിപ്പിച്ചത് പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ. ലോക്സഭയിൽ പ്ലക്കാർഡ് ഉയർത്തിയതിന് ഇന്നലെയും 4 എംപിമാരെ ഈ സമ്മേളന കാലയളവിൽ മുഴുവൻ വിലക്കിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഇനി അവതരിപ്പിച്ചുകൂടെ? കേന്ദ്രത്തിന് എതിർ ശബ്ദങ്ങൾ അരോചകം. ചർച്ചയിൽ CPM MP A. റഹീം, കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ്, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ്, മാധ്യമപ്രവർത്തകൻ VK ചെറിയാൻ എന്നിവരാണ്. ആദ്യം റഹീമിലേക്ക്. റഹീം, ഇന്ന് രാജ്യസഭയിൽ എന്താണ് ഉണ്ടായത്? ഞാൻ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ മാധ്യമങ്ങളെ എത്രമാത്രമാണ് ഭയം വിഴുങ്ങിയിരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്നത്തെ ദിവസം എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ പരാമർശിച്ചതുപോലെ ഇന്നലെ 2 എംപിമാരെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇന്ന് കൂട്ടത്തോടെ 19 പാർലമെന്റ് അംഗങ്ങളെ രാജ്യസഭയിൽ നിന്ന് അസാധാരണമായ വിധം സസ്പെൻഡ് ചെയ്യുന്നു. അത് അസാധാരണമായ സംഭവമാണ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് അതിന് സമാനമായ മറ്റൊട്ടനവധി സംഭവങ്ങൾ നടന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഹിന്ദി മാധ്യമങ്ങൾ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അവരുടെ ഒരു ഡിസ്കഷൻ പോയിന്റിൽ ഇന്ന് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷനുകളിൽ ഒന്ന് രാജ്യസഭയിലെ 19 എംപിമാരെ സസ്പെൻഡ് ചെയ്ത ഇപ്പോൾ മീഡിയ വൺ ഈ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയമാണ്. പക്ഷെ കേരളത്തിൽ മീഡിയ വൺ, കൈരളി TV, റിപ്പോർട്ടർ TV ഈ 3 ചാനലുകൾ ഒഴികെ ഒരൊറ്റ ചാനൽ ഈ വിഷയമേ അറിഞ്ഞ മട്ടില്ല, ഈ ചർച്ചയേ ഇല്ല. ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ടാവും, അതിലൊന്നും സംശയമില്ല. പക്ഷെ അവരുടെ എഡിറ്റോറിയൽ ബുള്ളറ്റിൻ പ്രയോറിറ്റിയിൽ ഈ പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിൽക്കാൻ പറയുമ്പോൾ വല്ലാതെ അങ്ങ് തലകുനിച്ചു നിൽക്കുന്ന, കുമ്പിട്ട് നിൽക്കുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നു. നട്ടലില്ലാത്ത ആ മാധ്യമങ്ങളോട് ഞാൻ ഈ ചർച്ചയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എത്രമാത്രം നട്ടലില്ലാതെ, എത്രത്തോളം അപഹാസ്യരായി, കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വിനീത വിധേയരായി, പേടിച്ച് ഭയന്ന് വിറച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ നിൽക്കും എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്. നിശ്ചിതമായ വിമർശനം ഞാൻ ആദ്യമേ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. മീഡിയ വൺ ഈ ചർച്ചയെ എടുത്തതിനും സമീപിച്ചതിനും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് രാജ്യതലസ്ഥാനത്ത് ഇന്ന് സ്മൃതി സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ റിയാക്ഷൻ തന്നെയാണ് പാർലമെന്റിൽ പ്രതികരിക്കുക. ആ പാർലമെന്റിനുള്ളിൽ സമാധാനപരമായി കഴിഞ്ഞ 6 ദിവസമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സഭ നിർത്തിവെച്ച് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ പറയുന്നത് പോലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് അഗ്നിപഥാണ്. ഒന്ന് കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിലക്കയറ്റം, എല്ലാവരും ഈ വിലക്കയറ്റവും GSTയും ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പൊതുവിൽ എല്ലാവരും ആവശ്യപ്പെട്ടു. ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഗുജറാത്തിൽ സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. ഇതിനെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. വിലക്കയറ്റത്തെ സംബന്ധിച്ച് പൊതുവിൽ സമ്മർദ്ദം ശക്തമായപ്പോൾ ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ ഫിനാൻസ് മിനിസ്റ്ററിന് കോവിഡാണ്, ഫിനാൻസ് മിനിസ്റ്റർ വന്നതിന് ശേഷം ചർച്ചയാകാം എന്നാണ് ഫിനാൻസ് മിനിസ്റ്ററുടെ അസാന്നിധ്യത്തിൽ ചൂണ്ടി അവർ പറയുന്ന കാര്യം. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞു, ശരി, നിങ്ങൾ ചർച്ച പിന്നീട് മതി, പക്ഷേ എന്ന് ചർച്ച ചെയ്യാം, ഈ ചർച്ച നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യൂ, ഈ ചർച്ച നിങ്ങൾ ബിസിനസിന്റെ ഭാഗമാക്കൂ, നിങ്ങൾ എന്ന് ചെയ്യുമെന്ന് ഫ്ലോറിൽ ഉറപ്പ് നൽകൂ. ഇന്ന് ചെയ്യണമെന്നോ നാളെ ചെയ്യണമെന്നോ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളുടെ കൺവീനിയൻസ് പ്രകാരം എന്ന് ചർച്ച ചെയ്യുമെന്ന് നിങ്ങൾ പറയൂ. അതിനവർ തയ്യാറേയല്ല. ഇനി ഇന്ന് നടന്ന സംഭവങ്ങളിലേക്ക് വരാം. അപ്പൊ ഇത് വെച്ച് എല്ലാ ദിവസവും ഞങ്ങൾ പ്രതിഷേധം ഉന്നയിക്കാറുണ്ട്, ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അതങ്ങനെ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സഭ പുനരാരംഭിക്കുമ്പോൾ അവിടെ ബില്ലിന്മേലുള്ള ഒരു തുടർ ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ CPIM അംഗം വികാസ് രഞ്ജൻ ഭട്ടാചാര്യയ്ക്കുള്ള സമയമാണ്, CPIMനുള്ള സമയമാണ്. അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കുന്നു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ചർച്ചയ്ക്കിടയിൽ വിലക്കയറ്റം എന്ന പ്രശ്നം ഉന്നയിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചെയർ ഇടപെട്ടു. ചെയർ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഇടപെടാനുള്ള അവകാശമില്ല, നിങ്ങളിങ്ങനെ വിഷയത്തെ മാറ്റിക്കൊണ്ടു പോവുകയാണ്, നിങ്ങൾ ബില്ലിനെ അനുകൂലിക്കുന്നുവോ ബില്ലിനെ പ്രതികൂലിക്കുന്നുവോ എന്ന വിഷയത്തിൽ മാത്രമേ ചർച്ച അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് റൂളിനെ ഉദ്ധരിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബില്ലിനെ എതിർക്കുന്നു, ബില്ലിനെ എതിർത്ത് ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, അതിൽ നിങ്ങൾ എന്തിനിടപെടണം?
ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്റെ കാര്യം അവതരിപ്പിക്കുന്നു. ഇത് എനിക്ക് അനുവദിച്ച, എന്റെ പാർട്ടിക്ക് അനുവദിച്ച സമയമാണ്. എനിക്ക് അനുവദിച്ച സീറ്റിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നത് എന്റെ ഡെമോക്രാറ്റിക് റൈറ്റ് ആണ്. അതിനെ അനുവദിക്കുന്നില്ല. അത് അനുവദിക്കാതിരുന്നപ്പോഴാണ് അതിനെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രതിപക്ഷത്തുള്ള നിരയാകെ ഇറങ്ങിയതിനെ ചോദ്യം ചെയ്യുന്നത്. ഒരു തരത്തിലും മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല. ഇപ്പൊ ഇന്നലെ പാർലമെന്റിൽ, ലോക്സഭയിൽ അവർ പുറത്താക്കിയതിന് കാരണമായി പറഞ്ഞത് പ്ലക്കാർഡ് കാണിച്ചു എന്നാണ്. പ്ലക്കാർഡ് കൊണ്ടുവന്നാണ്. ഞാൻ പ്ലക്കാർഡ് കൊണ്ടുപോയില്ലല്ലോ. എന്റെ കയ്യിൽ പ്ലക്കാർഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ശിവദാസന്റെയോ സന്തോഷിന്റെയോ കയ്യിൽ പ്ലക്കാർഡ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് 19 പേർ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ 3 പേരുടെ കൈകളിൽ ഒഴികെ വേറൊരാളുടെയും കൈകളിൽ പ്ലക്കാർഡുകളില്ല. TMCയുടെ 3 പേരുടെ കൈകളിൽ മാത്രമാണ് ഇന്ന് പ്ലക്കാർഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാഴ്ച സസ്പെൻഷൻ. പ്ലക്കാർഡുകളെയല്ല, നിങ്ങൾക്ക് ഒരാഴ്ച സസ്പെൻഷൻ. ഇന്നലെ പ്രതിഷേധിച്ചവർക്ക് ഈ സഭ കാലയളവിൽ മുഴുവൻ സസ്പെൻഷനാണ്. അല്ല, അത് അവിടെയും വൈരുദ്ധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 പേരുടെ കയ്യിൽ പ്ലക്കാർഡ് ഉണ്ടായിരുന്നല്ലോ. ആ 3 പേരെ മൊത്തത്തിലേക്ക് പുറത്താക്കാത്തതേ? അതൊന്നുമല്ല. ഇത് ഒരു വാർണിംഗ് സിഗ്നലാണ്. ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും എന്നൊരു ആക്രോശമാണ് ഇതിലൂടെ വരുന്നത്. ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ഞങ്ങളിൽ നിന്നുണ്ടാകും, ഞങ്ങൾ കൈകാര്യം ചെയ്യും നിങ്ങളെ എന്ന് പറയുകയാണ്. അങ്ങനെയാണോ ശ്രീ ഷാബു പ്രസാദ്? അതിന്റെ ഭാഗമാണ്. അല്ലാതെ ഷാബു പ്രസാദ്, ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് റഹീം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ദീർഘമായി തന്നെ റഹീം പറയുന്നു. ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. വിലക്കയറ്റം, GST, ഇതൊക്കെ എവിടെ പറയും പ്രതിപക്ഷം? സഭയിൽ മിണ്ടരുത്, പ്ലക്കാർഡ് ഉയർത്തരുത്, നടുത്തളത്തിലിറങ്ങരുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പുറത്ത്. നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് നിയമനിർമ്മാണത്തിനും ഗൗരവതരമായ ചർച്ചകൾക്കും അതിനുള്ള വേദിയാണ്. അവിടെ ചർച്ച ചെയ്യൽ റഹീം തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ച ചെയ്യാം, തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം ആ ചർച്ചയുടെ വിലക്കയറ്റം, അതായത് ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ധനകാര്യമന്ത്രി കോവിഡ് കഴിഞ്ഞ് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ സഭ ഇന്നോ നാളെയോ തീരുന്നതല്ല. നിങ്ങൾ അതുവരെ ഒന്ന് ക്ഷമിക്കൂ. എന്നിട്ട് ഇവിടെ ഇന്നലെയാണെങ്കിലും ഇന്നാണെങ്കിലും സഭാധ്യക്ഷൻ അവരോട് കേണ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഗോ ബാക്ക് ടു യുവർ സീറ്റ്. നമുക്കത് ചർച്ച ചെയ്യാം. ഇന്നലെ പറഞ്ഞാൽ 3 മണിക്ക് ശേഷം നമുക്കത് ചർച്ച ചെയ്യാം, നമുക്കത് നോക്കാം. പക്ഷേ ഇവരുടെ ലക്ഷ്യം ചർച്ചയല്ല സ്മൃതി. ഒരു ഗൗരവതരമായ ചർച്ചയ്ക്ക് തയ്യാറെടുത്തല്ല ഇവർ വന്നിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നന്നായി ഒരു വിഷയം പഠിച്ച് അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് ഇതാക്കുക, ആഴത്തിൽ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് നല്ല മെനക്കെട്ട പണിയാണ്. സസ്പെൻഷൻ നന്നായി അവതരിപ്പിക്കാത്തതുകൊണ്ട് സസ്പെൻഷൻ അല്ലല്ല, നന്നായി ഇവിടെ അവതരിപ്പിക്കല്ലോ. സഭ നടത്താൻ ഇത് ഒരു സഭയുടെ ഓരോ നിമിഷത്തിനും വാല്യൂ ഉണ്ട്. പണമാണ് ചിലവാകുന്നത് പൊതുജനത്തിന്റെ. അത് കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു സഭാധ്യക്ഷന്റെ ചുമതലയാണ്. അതേ അദ്ദേഹം നിർവഹിച്ചുള്ളൂ. പാർലമെന്റ് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലോ ശ്രീ ഷാബു പ്രസാദ്. നിങ്ങൾ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരികയാണ്. പ്രതിപക്ഷ ശബ്ദം ഉയരരുത്, പ്രതിപക്ഷം നിങ്ങൾ പുതിയ നിഘണ്ടു കൊണ്ടുവരുന്നു. സ്മൃതി പറയുന്നത് ശരിയാണ്. സ്മൃതി പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് പാർലമെന്റ് ഇത്രയും കാലം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേറ്റ കണ്ടതാണ്. അതായത് ആവറേജ് ഇത്രയും കാലം പാർലമെൻറ്റിൻ്റെ സമയത്തിൻ്റെ 40% മാത്രമേ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ബഹളത്തിൽ മുങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓരോ മണിക്കൂറിനും ലക്ഷങ്ങൾ ചിലവുള്ള, പൊതുജനത്തിൻ്റെ ലക്ഷങ്ങൾ ചിലവുള്ള പാർലമെന്റിന്റെ സമയം, വിലപ്പെട്ട സമയമാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്. വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയായിരുന്നു. ഞാനൊന്ന് സംസാരിക്കട്ടെ സ്മൃതി. നിങ്ങൾ റഹീമിന് ഇവിടെ ഒരു ദീർഘപ്രസംഗം നടത്താൻ അവസരം കൊടുത്തു. ഞാനൊന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. കാര്യം നമ്മളും അനുഭവിക്കല്ലേ, പൊതുജനം അനുഭവിക്കല്ലേ, നമ്മൾക്കും അനുഭവിക്കുകയാണ്. അതായത് സ്മൃതി, ഇവിടെ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ആ പാർലമെന്റ് രംഗം നിങ്ങൾ ഇവിടെ കാണിച്ചല്ലോ. ഇതാണോ ഇവിടെ അനുവദിക്കേണ്ടത്? അല്ല, അത് കാര്യം അത് പാടില്ല എന്നുള്ളത് ചട്ടങ്ങളിലുള്ളതാണ്. സഭാധ്യക്ഷൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സ്മൃതി, ഇതൊരു ചർച്ചയാണ്. നമ്മൾ 4-5 പേര് പങ്കെടുക്കുന്ന ഒരു ചർച്ചയാണ്. ഈ ചർച്ച എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാൻ സ്മൃതിക്ക് അവകാശമുണ്ട്. അല്ലെങ്കിൽ സ്മൃതി തീരുമാനിക്കുന്ന ആ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ പോയതിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ മിസ്റ്റർ നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്ന് പറയാൻ സ്മൃതിക്ക് അവകാശമുണ്ട്. അതെ, അതായത് എങ്ങനെയായാലും സ്മൃതി ഇപ്പൊ സ്മൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം ചിലപ്പോൾ നിഷാദ് റാവുത്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്ന് വരും. അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം വരും. അത്
അങ്ങനെ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടമല്ല, രാജ്യ താല്പര്യം, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. അങ്ങനെ അത് സഭാധ്യക്ഷന്റെ ഡിസ്ക്രിഷണറി പവർ. റഹീമിന് മറുപടി ഉണ്ട്. റഹീം അനാവശ്യമായി ജനത്തിന്റെ കോടികൾ പാഴാക്കുകയാണ് നിങ്ങൾ പ്രതിപക്ഷം. ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് കേരള നിയമസഭയിൽ കാണിച്ചതുപോലെയുള്ള തെമ്മാടിത്തരമാണോ? അതും അങ്ങനെയാണെങ്കിൽ ജനാധിപത്യ പറയട്ടെ. അദ്ദേഹത്തിന്റെ വാക്കുകളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തോട് പറയുന്നത് നല്ലതായിരിക്കും. ഇത് ഞങ്ങൾ പാർലമെന്ററി പ്രൊസീഡിങ്സിനെ ഇടപെടുന്നില്ല എന്നാണ്. ഇന്നലെ ഈ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നലെ സ്പെഷ്യൽ പെൻഷൻ വന്നു. ആ സ്പെഷ്യൽ പെൻഷനിൽ കേരളത്തിൽ നിന്നുള്ള 2 എംപിമാർ അവരുടെ ഗൗരവ സ്വഭാവമുള്ള 2 വിഷയങ്ങൾ ഉന്നയിച്ചു. ഒരാൾ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഉന്നയിച്ചു, ഒരാൾ ഈ പറയുന്ന പോലെ ബഫർ സോണുമായി ബന്ധപ്പെട്ട നേറുന്ന പ്രശ്നം ശിവദാസൻ സഭയിൽ കൊണ്ടുവന്നു. ഞങ്ങൾ എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം പറയുന്നത്? പിന്നെ അദ്ദേഹം പറയുന്നു ചട്ടപ്രകാരം സ്പീക്കർക്ക് ചെയർമാന് റൂൾ ഇതുണ്ടെന്നാണ്, ഡിസ്ക്രിപ്ഷണറി പവർ ഉണ്ടെന്നാണ്. സാർ, ചട്ടപ്രകാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ചർച്ച ചെയ്യാൻ. 267 പ്രകാരം ചർച്ചയ്ക്ക് റൂൾ ബുക്കിൽ പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് ആര് വരാത്തുണ്ടാ? നിർമ്മലാ സീതാരാമൻ വരാത്തത് കൊണ്ടെന്നാണ്. ശരി, അതിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഡേറ്റ് പറ. പ്രശ്നം അവസാനിച്ചല്ലോ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ? 2017 ഷാബു പ്രസാദ് 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഷാബു പ്രസാദ്, 2 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് യുക്തിസഹമല്ല. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര ധനമന്ത്രി തന്നെ നേരിട്ട് വരണമെന്നില്ല. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഡേറ്റ് ആണ്. അത് ലാസ്റ്റ് ഡേ ആവട്ടെ. ഒരു ഡേറ്റ് നിങ്ങൾ പറയൂ. ഈ സഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാമെന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ നിങ്ങൾ അവസാനത്തെ ഡേറ്റ് പറയൂ. 12-ാം തീയതി ഓഗസ്റ്റ് 12-ന് നമ്മൾ ചർച്ച ചെയ്യാം. ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ അതിന് തയ്യാറല്ല. ഇനി വേറൊരു യുക്തിസഹമായി യോജിക്കാത്തെന്താ? 2017 ശേഷം ഈ ദിവസം വരെ നിങ്ങൾ 267 പ്രകാരം ഒരു ചർച്ചയും ലോക്സഭയിലോ രാജ്യസഭയിലോ അനുവദിച്ചിട്ടില്ല. ഒരു ചർച്ച പോലും അനുവദിച്ചിട്ടില്ല. ഇനി വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. അങ്ങോട്ട് വാചാലനായല്ലോ, ജനങ്ങളുടെ പൈസയാണ്, ഒരു ദിവസം സഭ ചേരാൻ ഇത്ര കോടി രൂപയാകും. ഇതൊന്നും നരേന്ദ്രമോദിക്ക് അറിയില്ലേ? എന്തേ അദ്ദേഹം സഭയിൽ വരാത്തത്? എന്തേ സഭയിൽ വരാത്തത്? ഇതൊന്നും അമിത്ഷാക്ക് അറിയില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം സഭയിൽ വരാത്തത്? അവർക്കൊന്നും വേറെ ഒരു അസുഖമില്ലല്ലോ. സഭയിൽ വരുന്നില്ല അവര്. ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ വരേണ്ടപ്പോൾ വരിക തന്നെ ചെയ്യും. അവർ മറുപടി പറയേണ്ട വിഷയത്തിൽ ഇന്ന് വരെ പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും മറുപടി പറയേണ്ട വിഷയങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ഒരുപാട് ജോലികളുണ്ട് സാർ. ഇവിടെ മാത്രമല്ല. പക്ഷേ സഭയിൽ എപ്പോഴാണോ വരേണ്ടത്, സഭയിൽ വരേണ്ട സമയത്ത്, മറുപടി പറയേണ്ട സമയത്ത്, ഇടപെടേണ്ട സമയത്ത് ഇടപെടുക തന്നെ ചെയ്യും. അതൊന്നും നിങ്ങൾ അതിനെപ്പറ്റിയൊന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നിർമ്മല, ഇത്ര ഗൗരവതരമായ ഒരു വിഷയത്തിന്, ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിന് മറുപടി പറയേണ്ടതും അത് ധനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ വേണം എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അവർ കോവിഡാണ്. അവർ എപ്പോൾ ഇന്ന് വരുമോ, നാളെ വരുമോ, മറ്റന്നാൾ വരുമോ കൃത്യമായി മോദി സഭയിൽ വരാത്തതിന് എന്താണ് ന്യായീകരണം? ഏത് പ്രധാനമന്ത്രി സഭയിൽ വരാത്തതിന് എന്താണ്? പ്രധാനമന്ത്രി വരേണ്ട സമയത്ത് പ്രധാനമന്ത്രി വരും. അതാ എനിക്കറിയില്ല, അദ്ദേഹമാണ് തീരുമാനിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ചുമതലകളുണ്ട്. ഒരുപാട് എപ്പോഴാണോ പ്രധാനമന്ത്രിയുടെ പ്രസൻസ് അനിവാര്യമായ ഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി വരിക തന്നെ ചെയ്യും. വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതുമാണ്. എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തോടും പാർലമെന്ററി പ്രൊസീഡിങ്സിനോടും ഇവർക്കെല്ലാം പരമപുച്ഛാണ്. വരുന്നേയില്ല പറയാണ്. വരുമ്പോ ബഹുമാനമാണോ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ 2 പ്രാവശ്യം തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇനി 2024 വീണ്ടും തീരുമാനിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളത് ഇദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും.
ഷാബു പ്രസാദ്, അപ്പോൾ കേരളത്തിന്റെ കാര്യത്തിലും അതേപോലെ സമ്മതിക്കണം. ഏത് ജനങ്ങൾ തീരുമാനിച്ചതാണ്. അതെ, രണ്ട് തവണ. സംശയം എന്താ? ശരി, അത് പറഞ്ഞാൽ മതി. ജനങ്ങൾ തീരുമാനിച്ചതാണ്. ശരി, റഹീം പൂർത്തിയാക്കൂ. റഹീം പൂർത്തിയാക്കൂ. എനിക്ക് നിജേഷിലേക്ക് പോകണം. സ്മൃതി, ഇതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിൽ ജനം തീരുമാനിച്ചു. ഞാൻ ഒരു ഒറ്റ വരിയിൽ പറഞ്ഞ് അങ്ങോട്ട് പോകാം. കെട്ടിവച്ച കാശ് കേരളത്തിൽ കിട്ടാത്ത പാർട്ടിയായി BJP മാറി. തൃക്കാക്കരയിൽ കണ്ടതാണ്. അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് കെട്ടിവച്ച കാശ് കിട്ടാത്ത സ്ഥാനാർത്ഥിയായി BJP മാറിയതിന്റെ കാരണം ഇതുപോലുള്ള ജനാധിപത്യ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകളും പ്രവർത്തികളുമാണ്. അപ്പോൾ റഹീം, ഈ കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾ മുഴുവനും ജനാധിപത്യ വിരുദ്ധരാണോ? ഞാൻ അതുകൂടെ പറയണം. അതായത് കേരളത്തിൽ മാത്രമേ ജനാധിപത്യമുള്ളൂ, കേരളത്തിന് പുറത്തുള്ള ഈ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJP അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങൾ മുഴുവൻ ജനാധിപത്യ വിരുദ്ധരും ഫാസിസ്റ്റുകളുമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? നരേന്ദ്രമോദിക്കും ഈ ഗവൺമെന്റിനും വോട്ട് ചെയ്തവർ മുഴുവൻ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതിനേക്കാട്ടിൽ വലിയ ജനങ്ങളെ പുച്ഛിക്കുന്ന ഇതല്ലേ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത? അങ്ങ് നിർത്തിയോ? ശരി, അങ്ങ് നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചാണല്ലോ. ഈ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കെട്ടിവച്ച കാശ് കിട്ടാതിരുന്നതും ജനങ്ങൾ പോയി വോട്ട് ചെയ്തിട്ടാണല്ലോ. വിഷയങ്ങളെ ദുർബലമായ സ്ഥലങ്ങൾ അങ്ങനെയെങ്കിൽ അങ്ങ് കേൾക്കൂ, ബഹളം വെക്കാതിരിക്കൂ. ഇനി സംസാരിക്കരുത്. നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സ് താരതമ്യം ചെയ്തിട്ടാണ് എന്റെ പാർട്ടിയെ നിങ്ങൾ അപഹസിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിങ്ങൾ വട്ടപൂജയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങളുടെ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. അതാണ് ജനാധിപത്യം. അതിനോട് താരതമ്യം ചെയ്താൽ കേരളത്തിൽ നിങ്ങൾ വട്ടപൂജ. അങ്ങ് ബഹളം വെക്കാതിരിക്കുക. അങ്ങെന്ന് പറഞ്ഞാൽ BJP ആണ്. ഞാൻ നിങ്ങളോട് ഇതാരാണെന്ന് പോലും അറിയാതെ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ BJPയെ കുറിച്ചാണ് പറയുന്നത്. BJP എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിലെ ആളുകൾ കേൾക്കുന്നുണ്ട്, മീഡിയ സ്പേസ് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കേരളത്തിൽ നിങ്ങളുടെ അംഗസംഖ്യ നോക്കിയിട്ടല്ല. അതൊരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. നിങ്ങളെയും കേൾക്കും. പക്ഷെ ആ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ താരതമ്യം ചെയ്ത് വെച്ചാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിയമസഭയിൽ നിങ്ങളുണ്ടോ? ഞങ്ങളുണ്ടല്ലോ. നിങ്ങൾ കേരളത്തിലല്ലോ. ബീഹാറിൽ ഞങ്ങളുണ്ടല്ലോ, രാജസ്ഥാനിൽ ഞങ്ങളുണ്ടല്ലോ. എണ്ണത്തിലൊക്കെ വ്യത്യാസം കാണും. ഞങ്ങൾ വളരെ ദുർബലമായിരിക്കും. പക്ഷെ നിങ്ങളുടെ വട്ടപൂജയാണല്ലോ. അപ്പോഴേ എണ്ണവും ഇതൊക്കെ വെച്ച് അളവുകോൽ എടുക്കരുത്. നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പാർലമെന്റിന്റെ ഉള്ളിൽ ഉന്നയിക്കാൻ കഴിയുന്നില്ല. ഈ സഭാ സമ്മേളനം ആരംഭിച്ചത് തന്നെ അൺപാർലമെന്ററി എന്ന് പറഞ്ഞ് കപ്പിൾ ഓഫ് വേർഡ്സ് മുമ്പോട്ട് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. കുറെ വാക്കുകൾ മുമ്പോട്ട് വെച്ചിട്ട് പറയാണ് ഈ വാക്കുകൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല, ഇത് അൺപാർലമെന്ററിയാണ്. എന്ത് ജനാധിപത്യമാണിത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ പാർലമെന്റിനുള്ളിൽ വാക്കുകൾക്ക് വിലക്ക്. ഏത്? അഴിമതി എന്ന വാക്കുന്നയിക്കാൻ പാടില്ല, സ്വേച്ഛാധിപതി എന്ന വാക്കുന്നയിക്കാൻ പാടില്ല. ഈ വാക്കുകൾക്കെല്ലാം വിലക്കാണ്. ഇനിയോ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പരമോന്നതമായ പാർലമെന്റിൽ വരാനേ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ സഭയതല്ലേ. അദ്ദേഹത്തിന് മൻ കി ബാത് മാത്രമേ താല്പര്യമുള്ളൂ. പാർലമെന്റിന്റെ പടികൾ വണങ്ങിയാണ് പാർലമെന്റിലേക്ക് ആദ്യം മോദി കടന്നു ചെന്നത്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ കടന്നു ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സൗകര്യം തോന്നുമ്പോൾ മാത്രം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ മാത്രം വരാം എന്ന് തീരുമാനിച്ചാൽ അതെങ്ങനെ അംഗീകരിക്കാനാകും? അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ എന്നല്ല, പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ചുമതലകൾ നിർവഹിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴാണോ അദ്ദേഹത്തിന്റെ പ്രസൻസ് അനിവാര്യമായിരിക്കുന്നത്, ചെറിയ ചുമതലയല്ല ശ്രീ. അതെ, അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ അനിവാര്യമായിരിക്കുന്ന, അല്ലാതെ ഇവരുടെ ഈ ബഹളവും ഇവരുടെ ഈ ഷോ ഓഫും കാണാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി അവിടെ വന്നില്ല. അദ്ദേഹത്തിന്റെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം മറുപടി പറയേണ്ട വിഷയത്തിൽ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നിങ്ങൾ പറയുന്ന കേട്ടാത്തൊന്നും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് പ്രധാനമന്ത്രി സഭയിൽ വന്നിട്ടേ ഇല്ല. അത് സഭയിൽ വരേണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം ഒരു MP മാത്രമല്ല, അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. നിജേഷ് അരവിന്ദ്, നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ദുർഘടമായൊരു ദിവസമായിരുന്നു. സോണിയാഗാന്ധിയെ 6.5 മണിക്കൂർ ഒരു വശത്ത് ED ചോദ്യം ചെയ്യുന്നു. MP മാരടക്കം മുഴുവൻ നേതാക്കളും പിന്നീട് അവിടേക്ക് പോയി. സോണിയാഗാന്ധിയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അവരെ കൊണ്ടുപോകും വരെ ഒപ്പമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിലും ഇപ്പോൾ കോൺഗ്രസ് MP ഇല്ലാത്തത്. അപ്പോൾ മറുവശത്ത് നിങ്ങളുടെ MP മാരെ ഇന്നലെ ഈ സഭാ സമ്മേളന കാലയളവിലേക്ക് മുഴുവനായി 3 MP മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സഭാ സമ്മേളനത്തിലെ നടപടികളും കണ്ടു. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം?
ഇവിടെ BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കപട ദേശീയതയുടെ മധുരം പുരട്ടി ഹിന്ദുത്വ എന്ന മാരക വിഷം ഉള്ളിലേക്ക് കയറ്റി ജനാധിപത്യത്തിനെ പൂർണ്ണമായി കശാപ്പ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ കാണുന്നത്. ഞാൻ മിസ്റ്റർ ഷാബു പ്രസാദിനോട് പറയുന്നത്, ജനാധിപത്യം എന്ന മനോഹരമായ ഇന്ത്യ രാജ്യത്തിന്റെ ഈ പ്രത്യേകതയെ ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എതിർ ശബ്ദത്തെ കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞത് പാർലമെന്റിനകത്ത് ഒരു വിഷയം നന്നായി പഠിച്ച് കൈകാര്യം ചെയ്ത് അവതരിപ്പിക്കാൻ ശേഷി വേണം എന്നാണ്. ആ ശേഷി അളക്കുകയാണ് എങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഏറ്റവും ശേഷി കുറഞ്ഞ ആൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇല്ലാത്ത എന്ത് തിരക്കാണ് നരേന്ദ്രമോദിക്കുള്ളത്? ഒരു കാലഘട്ടത്തിൽ ആദ്യ അധികാരം പങ്കുവെക്കുന്ന സമയത്ത് അതർ രാജ്യങ്ങളിലെ എതിർ രാജ്യങ്ങളിലെ തർക്കങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, പട്ടിണി, ആരോഗ്യ പ്രശ്നം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ചർച്ചാവേദിയാക്കി ഇന്ത്യയെ മാറ്റിയത് ഈ തമിഴ്നാട് മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളോട് ചർച്ച ചെയ്തിട്ടാണ്. അത് ചർച്ച ചെയ്യാൻ നരേന്ദ്രമോദി തയ്യാറല്ല. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വരും എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല ഇന്ത്യയുടെ പാർലമെന്റ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ആ കാര്യത്തിൽ പോലും ജനാധിപത്യത്തിനോടുള്ള ഒരു വല്ലാത്ത ഒരു എതിർപ്പ്, വല്ലാത്ത ഒരു സ്വരമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഏത് ചർച്ചയാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ളത്? പാർലമെന്റിൽ ഒരുപാട് പണം പോകും. സുഗ്രാം ടെലികോം വിഷയത്തിൽ ഒരു സഭാ സമ്മേളനം മുഴുവനായി ഇല്ലാതാക്കിയ BJP എന്നു മുതലാണ് നിങ്ങൾക്ക് ബോധ്യം വന്നത്? ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ 40% എന്ന് പറഞ്ഞാൽ ആരായിരിക്കും സഭയെ ഇല്ലാതാക്കിയിട്ടുണ്ടാവുക? അന്നത്തെ പ്രതിപക്ഷം ആരായിരുന്നു? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നലകളുടെ ചരിത്രത്തിനെ മറന്നുകൊണ്ട് പ്രിയപ്പെട്ട ഷാബു പ്രസാദ് ഇന്നിവിടെ വന്ന് ഗീർവാണം അടിക്കരുത്. പാർലമെന്റിനകത്ത് ചർച്ച ചെയ്യേണ്ട വിലക്കയറ്റം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, കോവിഡിന് ശേഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ രാജ്യത്ത് GSTയുടെ പേരിൽ ഭക്ഷ്യധാന്യങ്ങൾക്ക് 5% ടാക്സ് കൊടുത്ത് ജനങ്ങളുടെ ജീവിതത്തെ തകർക്കുമ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള ഉത്തരവാദിത്തമല്ലേ ഇവിടുത്തെ MP മാർക്കുള്ളത്? ഒന്ന് പ്ലക്കാർഡ് ഉയർത്തി കഴിഞ്ഞാൽ 12-ാം തീയതി വരെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യമാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. എതിർ ശബ്ദങ്ങളെ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ എവിടുന്നാണ് ഇത് പഠിച്ചത്? ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത്. എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുന്ന, കൊന്നൊടുക്കുന്ന, ഇല്ലാതാക്കുന്ന, വെടിവെച്ച് കൊല്ലുന്ന ആ സ്വഭാവം നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്. ജനാധിപത്യം നിങ്ങളുടെ മനസ്സിനകത്തേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മനസ്സിനകത്തേക്ക് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇറങ്ങിയിട്ടില്ല. നമുക്ക് ചർച്ച ചെയ്യേണ്ടേ ഉജ്ജ്വൽ യോജനയിലൂടെ ആയിരക്കണക്കിന് 10,000 ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ ഈ ജനാധിപത്യത്തിനെ പറ്റി കോൺഗ്രസ് പ്രതിനിധി വാചാലനാവുന്നത് കേൾക്കുമ്പം എനിക്ക് ശരിക്കും തമാശയാണ് തോന്നുന്നത്. താങ്കൾക്ക് കാര്യം, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ഏറ്റവും രാക്ഷസീയമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ കശാപ്പ് ചെയ്തത് നിങ്ങൾ പറഞ്ഞല്ലോ, ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണമെന്ന്. ആ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നേതാവ് ഇന്ദിരാഗാന്ധിയാണ് 5 വർഷത്തിലൊരിക്കൽ ഇലക്ഷൻ നടക്കേണ്ട ഈ രാജ്യത്ത് 71 ശേഷം ഇലക്ഷൻ നടക്കുന്നത് 77-ലാണ്, 6-7 വർഷം കഴിഞ്ഞിട്ടാണ്. അത്ര ഈ രാജ്യത്ത് ഇലക്ഷൻ പോലും നടത്താതെ ഒരു പത്രസ്വാതന്ത്ര്യത്തിനെ മുഴുവനും അടിച്ചമർത്തി ഇവിടെ മുഴുവൻ പൗരാവകാശങ്ങളെയും മരവിപ്പിച്ച് ഈ രാജ്യത്തിനെ മുഴുവനും ഒരു തടവറയാക്കി, ഇരുട്ടറയിലാക്കി തള്ളിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് താങ്കൾ എന്ന് താങ്കളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ ജനാധിപത്യത്തിൻ്റെ കാര്യം, നിങ്ങളുടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സീതാറാം കേസരി എന്ന ആ പ്രസിഡന്റിനെ സോണിയാഗാന്ധി വരുന്നു എന്ന് കേട്ട് കസേരയോട് എടുത്ത് റോഡിലെറിഞ്ഞ കക്ഷികളാണ് നിങ്ങൾ. അത് അധിക കാലമൊന്നും പുറകിലല്ല, 10-22 വർഷം മാത്രം പുറകിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റി ഒരുപാട് വർത്തമാനം പറയുന്നത് കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും. ചരിത്രം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നമായി മാറും. അത് വേണ്ട. ജനാധിപത്യം എന്ന് നിങ്ങൾ പറയുമ്പോൾ
ജനാധിപത്യം എന്ന് നിങ്ങൾ പറയുമ്പോൾ അടിയന്തരാവസ്ഥ എന്നുകൂടി അതിനോടുകൂടി കൂട്ടിച്ചേർത്ത് വേണം വായിക്കാൻ. അതുപോലെ 19,000 നിരപരാധികൾ ഡൽഹി തെരുവിൽ കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത് ഒരു വൻമരം വീഴുമ്പോൾ ഭൂമിയൊക്കെ ഒന്ന് കുലുങ്ങും എന്ന്. അതുകൊണ്ട് വലിയ വർത്തമാനം പറയല്ലേ, വരുള്ളൂ, വെറുതെ അപഹാസ്യത കാണിക്കരുത്. പിന്നെ പാർലമെന്റിൽ ഞാൻ വീണ്ടും പറയുന്നു, എടുത്തു തന്നെ പറയുന്നു, പാർലമെന്റിൽ ഒരു കാര്യം ഒരു വിഷയം പഠിച്ച് അവതരിപ്പിച്ച് കൺവിൻസിംഗ് ആയ രീതിയിൽ സംസാരിക്കാൻ അതിന് ചില്ലറ ബുദ്ധിമുട്ടൊന്നും അല്ല ഉള്ളത്. അതിൻ്റെ കഴിവ് വേണം, ആ ക്ഷമ വേണം, കഠിനാധ്വാനം വേണം. അതായത് ഈ ഇവർ ഉണ്ട്, പി ചിദംബരത്തിനെ പോലുള്ളവരുണ്ട്, അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള ജോൺ ബ്രിട്ടാസ് വളരെ നന്നായി, നല്ലൊരു പാർലമെന്റേറിയനാണ്. നല്ല പാർലമെന്റേറിയന്മാർ ഈ പണിക്ക് പോവില്ല എന്ന്. നല്ല പാർലമെന്റേറിയന്മാർ ഈ പണിക്ക് ഇതുപോലുള്ള ഷോ ഓഫിന് പോവില്ല. അവർക്കതിന് സമയമില്ല. സ്മൃതി, ഒരു പാർലമെന്റിൽ ഒരു കാര്യം ഇവരുടെ ഈ കോൺഗ്രസിന്റെ മനീഷ് തിവാരി പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്, ഇത് മോശമാണ്, ഇത് പാർലമെന്റ് സമയം ഇങ്ങനെ കളയരുത്, നമുക്ക് അത് ശരിയല്ല എന്ന് ഇവരെ തന്നെ, ഇവരുടെ കൂട്ടത്തിലുള്ള മനീഷ് തിവാരി തന്നെ ഇവരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. റഹീം പറഞ്ഞോളൂ. ഇത് ഇദ്ദേഹത്തിന് ഈ പാർലമെന്റിൽ നടക്കുന്നത് എന്താണെന്നുള്ള ഒരു മിനിമം ധാരണ, ഞാൻ അങ്ങനെ പറയുന്നതിൽ ദയവേത് ക്ഷമിക്കണം, വ്യക്തിപരമായ അഭിപ്രായമായി കരുതണ്ട, അത്രത്തോളം ഇല്ലാത്ത നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിക്കണം. അല്ല, അദ്ദേഹം ശ്രദ്ധിക്കൂ. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിവസവും പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങിയവരാണ്. അവരെല്ലാവരും എണീറ്റ് നിന്ന് സംസാരിക്കുന്നവരാണ്. പാർലമെന്റ് നടുത്തളത്തിൽ ഇറങ്ങുന്നവർ ആരെന്നൊക്കെയാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ ആരെയൊക്കെയാണ് നിങ്ങൾ പാർലമെന്റ് നടുത്തളത്തിലേക്ക് ഇറക്കുന്നത്? നിങ്ങൾ എന്താണ് ആ സഭയിലിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്? ഇപ്പോൾ ഞങ്ങളെ ഈ പറയുന്ന കേരളത്തിൽ എത്രയോ പരിണിതപ്രജ്ഞനായ ശ്രീ ഇളമരം കരീം, ബിനോയ് വിശ്വം, ആ പാർലമെന്റിനുള്ളിൽ ഇരിക്കുന്ന ഡെറിക് ഒബ്രയൻ, ആ പാർലമെന്റിൽ തന്നെ ഇരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, കപിൽ സിബല്, നിങ്ങൾ ആർക്കാണ് മാർക്കിടുന്നത്? ഇത് ആരാണ് ഇദ്ദേഹം? എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കാണ് മാർക്കിടുന്നത്? ആരെയൊക്കെയാണ് ഇത് പുറത്താക്കിയത്? പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും വിധം പാർലമെന്റിൽ പിന്നെ ഇതൊന്നും അത് ഒരു കാര്യം കൂടി പറയട്ടെ. ഞങ്ങളൊക്കെ ഓരോ സന്ദർഭത്തിലും ഞങ്ങളുടേതായ അവസരങ്ങളിൽ എല്ലാവരും പാർലമെന്റിനുള്ളിൽ ഞങ്ങൾ എന്താണ്, പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താണ് ചോദിക്കുന്നത്? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇവർ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. ആകെ നടക്കുന്നത് ഈ ഭരണപക്ഷത്തിലുള്ളവർ മോദിയെ സ്തുതിക്കലാണ്. ചോദ്യം ചോദിക്കുന്ന ആള് മോദിയെ സ്തുതിക്കും, മന്ത്രി പറയുന്ന മറുപടി പറയുമ്പോൾ മന്ത്രി ഒരു 8-10 തവണയെങ്കിലും മോദിയെ സ്തുതിച്ച് പറയും. ഇതാണ് ഈ ഏർപ്പാട്. പിന്നെ വരുമ്പോൾ ജയ് ശ്രീറാം വിളിക്കലാണ് കുറെ പേര്. പിന്നെ ഇന്നലെ നടന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇന്നിപ്പോ വികാസ് രഞ്ജനെ തടഞ്ഞതിനാണ് സ്പീക്കർ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം വ്യതിചലിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വിഷയം അവതരിപ്പിച്ചു, പറഞ്ഞു, ആ കൂട്ടത്തിൽ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞു, ഉടനെ ഇടപെടുകയാണ്. എന്നാൽ ഇന്നലെ ഇതേ സഭയിൽ നടന്നത് എന്താണ്? ഇതേ സഭയിൽ അങ്ങേയറ്റം മതസ്പർദ്ധ ഉണ്ടാക്കാൻ കഴിയുന്ന സംസാരം ഇതേ ബില്ലിന്മേലുള്ള ചർച്ചയിൽ BJP MP നടത്തി. നിങ്ങൾ ആലോചിക്കണം, അത് മതസ്പർദ്ധ വളർത്താൻ കഴിയുന്ന, ഞാനതിവിടെ ഉന്നയിക്കുന്നില്ല, ഞാനതിവിടെ ആവർത്തിക്കുന്നില്ല, ഒരു പ്രത്യേക മതസമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബില്ലുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം വളരെ മോശമായി പറഞ്ഞു. ശ്രീ ബിനോയ് വിശ്വത്തിന്റെ അവിടെ ചോദിച്ചു, അദ്ദേഹം പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു, ആ പ്രശ്നം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, പിന്നെ ഈ ചർച്ചയുടെ ഈ ചർച്ച നിങ്ങൾ നടത്തുന്നില്ലല്ലോ. 2017 ശേഷം ഒരു ചർച്ച നിങ്ങൾ നടത്തിയിട്ടില്ലെന്നേ. നിങ്ങൾ എന്തുകൊണ്ട് ചർച്ചയെ ഭയപ്പെടുന്നു? നിങ്ങൾക്ക് പറയാനുള്ളത് പറയട്ടെ. ഇപ്പൊ ഉദാഹരണം, കേരള നിയമസഭയിൽ ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ എത്രയധികം അടിയന്തര പ്രമേയങ്ങൾ അനുവദിച്ചു. സഭ നിർത്തിവെച്ച് ആ വിഷയത്തിന്മേൽ അവർക്ക് പറയാനുള്ളത് പറയട്ടെ, ഇവിടെ പറയാനുള്ളത് ഇവിടെ പറയട്ടെ. ഇത് രണ്ടും ജനം കേൾക്കുകയല്ലേ? അപ്പൊ ഫ്ലോറിൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടും. ഞാനതിന് കാരണം പറയാം. എന്താണ് കാരണം? രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴ്ന്നു. ശ്രീലങ്ക നമുക്കരികിൽ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നമായി നിൽക്കുന്നു. സകലതിനും വിലക്കയറ്റാണ്. എന്തിനൊക്കെയാണ് നിങ്ങളിപ്പോൾ GST ഏർപ്പാടാക്കിയത്? പാൽ ഉൽപ്പന്നങ്ങൾക്ക് 1000 രൂപയിൽ താഴെ ഒരു വാടക മുറിയെടുത്താൽ ആ റൂമിന്, ലോഡ്ജ് മുറിക്ക് ഒക്കെ, ചെക്ക് ബുക്കിന്
12% ചെക്ക് ബുക്കിന് നിങ്ങൾ GST ഏർപ്പെടുത്തിയത്. ഇതെല്ലാം ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്താൽ ഞാനൊരു ഉദാഹരണം പറയാം. വിലക്കയറ്റത്തിൽ നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് പാചകവാതകമാണല്ലോ. ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചൊരു ചോദ്യത്തിന് എനിക്ക് ലഭിച്ച മറുപടിയുണ്ട്. എന്താ മറുപടി? ഇവര് നാടുകളെ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നയാ പൈസ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ല. തീരുന്നുണ്ടോ? ഈ ഓരോ വർഷവും പാചകവാതകത്തിന് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി അവർ വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്റെ അവകാശവാദമല്ല. രാജ്യസഭയിൽ എന്റെ ചോദ്യത്തിന് നിങ്ങളുടെ മന്ത്രി നൽകിയ മറുപടിയാണ്. BJP മന്ത്രി സഭയിൽ നൽകിയ മറുപടിയാണ്. റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം എക്സ്പോസ് ചെയ്യപ്പെടും. ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടാലോ ഇവരുടെ ഈ കെട്ടിക്കൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ ഈ ഭരണം ഈ ചർച്ചകളെ ഇല്ലാതാക്കുന്നത് ഇവർ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്, തുറന്നു കാട്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചർച്ചയെ തന്നെ ഇല്ലാതാക്കുകയാണ്. ചർച്ച ആവശ്യപ്പെടുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഞങ്ങൾ മുളക് പൊടി സ്പ്രേ ഒന്നും കൊണ്ടുപോയില്ലല്ലോ, ഞങ്ങൾ ഇവിടെ വേറൊന്നും മഷുകുടഞ്ഞില്ലല്ലോ, ഞങ്ങൾ വേറൊന്നും പ്ലക്കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അതിൽ പലരുടെയും കയ്യിൽ 3 പേരൊഴികെ 16 പേരുടെ കൈകളിൽ പ്ലക്കാർഡ് പോലുമില്ല. എന്തിനു പുറത്താക്കി? ഇതൊരു ചോദ്യമല്ലേ? അപ്പോൾ ഞങ്ങളെ ആ സഭയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? നമ്മൾ ചർച്ചയൊന്നും ആഗ്രഹിക്കാത്തവരാണ്. അത് ചർച്ചയൊന്നും ആഗ്രഹിക്കാത്തവരാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പുറത്താക്കുന്നത്? ഞങ്ങളോട് ഉണ്ടായിരിക്കല്ലേ ഉള്ളൂ. ശരി. അപ്പൊ ചോദ്യമാകുമ്പോൾ വിലക്കയറ്റത്തിന് മറുപടി വേണ്ടേ ശ്രീ വി കെ ചെറിയാൻ? ധനമന്ത്രിക്ക് വയ്യ എങ്കിൽ ധനമന്ത്രി മറ്റൊരാളെ സഹമന്ത്രിയെ ചുമതലപ്പെടുത്തുക, അതല്ലെങ്കിൽ മറ്റൊരാളെ ചുമതലപ്പെടുത്തുക. മറുപടി വേണ്ടേ? മന്ത്രി ഇല്ലാത്തതുകൊണ്ട് മറുപടിയില്ല എന്നുള്ളത് എന്ത് ന്യായമാണ് ശ്രീ വി കെ ചെറിയാൻ? മന്ത്രി ഇല്ലാത്തതുകൊണ്ട് മറുപടി തരുക, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മന്ത്രി തന്നെയാണ് ഏറ്റവും നല്ല മറുപടി കൊടുക്കാൻ പറ്റിയ ആൾ. ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. ശ്രീ ബഹുമാനപ്പെട്ട MP പറയുന്നത് ശരിയാണ്. ഒരു ഡേറ്റ് കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്താണ് അതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നുണ്ട്, ഇത് കേരളത്തിലാണെങ്കിലും മറ്റ് അസംബ്ലികളാണെങ്കിലും കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡാണ്. ഞാൻ 80കളിൽ മുതൽ 84 മുതൽ പാർലമെന്റിൽ പോയിക്കൊണ്ടിരുന്ന കവർ ചെയ്തിരുന്ന ഒരു പത്രപ്രവർത്തനമായിരുന്നു. 90-ന് ദേവഗൌഡയ്ക്ക് ശേഷം ഞാൻ പോയിട്ടില്ല. പക്ഷെ അന്നൊക്കെ ഓപ്പോസിഷൻ്റെ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഇതുപോലെ സഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു പരിപാടി അങ്ങനെ ഇല്ലായിരുന്നു. ഒരു കാരണം, ഓരോ MPയും എത്രയോ കോടി ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ്. ആ ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും, സർക്കാരിൻ്റെയും നമ്മളുടെ ഒക്കെ ഒരു കടമയാണ്. എന്നുവെച്ചാൽ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അവരെ വേറെ ആരോ വഴിയിൽ നിന്ന് വലിച്ചുകൊണ്ട് അവിടെ നിർത്തുന്ന ആൾക്കാരല്ല. അപ്പം അവർക്കുള്ള ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിനോട് തന്നെയുള്ള ഒരു അവഹേളനമാണ്. അത് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ BJP കാണുന്ന സമയം മുതൽ 84-ൽ അല്ലെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് 2 BJP MPമാരായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് വാജ്പേയിയും വേറെ ആളും. അവർക്കൊന്നും ആരും അവരെത്ര പ്രശ്നമുണ്ടാക്കിയാലും ആരും സഭയിൽ നിന്ന് വിലക്കിയിട്ടില്ല. കാരണം അന്ന് ഈ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു 10 ലക്ഷം 15 ലക്ഷം ആൾക്കാരുടെ പ്രതിനിധിയാണ്. അവരോടുള്ള അവഹേളനമാണ്. ശ്രീ റഹീമിനെ പുറത്താക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയ കേരളത്തിലെ സാമാജികർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു പ്രതിനിധിയാണ്. ഇത് കേരളത്തിനോടുള്ള അപമാനമാണ്. അതുപോലെയാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും. അപ്പം അത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് ഭരണത്തിലുള്ളവർ ചിന്തിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തുള്ളവരും അജിറ്റേഷൻ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് കൂട്ടായി ഇരുന്ന് ചിന്തിച്ച് ഇതിൻ്റെ ഒരു
ഒരു സമവായം എവിടെയെങ്കിലും ഉണ്ടാക്കേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ശരിക്കും ജനങ്ങളോടുള്ള അവഹേളനമാണ്. എം പിമാരോട് മാത്രമല്ല, എം പിമാർ അതുപോലെ വഴിയിൽ നിൽക്കേണ്ട ആൾക്കാരല്ല. ജനങ്ങളോടുള്ള അവഹേളനമാണ്. റഹീം, നിങ്ങൾ സഭയിൽ ഉന്നയിച്ച പറയുകയാണ്, ഇന്നിപ്പോൾ അത് ഇവിടെ ധനമന്ത്രി കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള മന്ത്രി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ബംഗാളിൽ നിന്നുള്ള മന്ത്രി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അത് ഞങ്ങളങ്ങ് ചെയ്തു എന്താണോ പറയുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ അഭിപ്രായം ഇതിൽ? എന്ന് പറയണമല്ലോ. അടിസ്ഥാനപരമായ പ്രശ്നം ഇതൊന്നുമല്ല, GST എന്ന ഏർപ്പാട് തന്നെയാണ്. സ്മൃതി മനസ്സിലാക്കേണ്ടത്, ഈ GST എന്ന് പറയുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് എന്താണ് കേന്ദ്ര സർക്കാരിന് ഇനിയും ഇത് തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? മുച്ചൂടും നരകത്തിലേക്ക് ആളുകളെ പറഞ്ഞുവിടുക അല്ലേ? എന്താണ് നിങ്ങളുടെ ടാക്സ് സിസ്റ്റം? എന്തിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധ തിരിക്കാൻ പോകുന്നത്? ലോകരാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അതെന്റെ മേലുണ്ട്, ഈ വലതുപക്ഷ നിരീക്ഷകന്റെ മേലുണ്ട്, കോൺഗ്രസ് പ്രതിനിധിയുടെയും മാധ്യമപ്രവർത്തകൻ ചെറിയാൻ സാറിന്റെയും മുമ്പിലുണ്ട്, സ്മൃതിയുടെ മേലുണ്ട്. ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണക്കാരുടെ മേലാണ്. ഇതേ ഗവൺമെന്റ് തന്നെയാണ് കോർപ്പറേറ്റുകളുടെ വിവിധ നികുതികൾ ഇളവ് ചെയ്തു കൊടുക്കുന്നത്. ഇതേ ഗവൺമെന്റ് തന്നെയാണ് കോർപ്പറേറ്റുകൾ ബാങ്കിൽ നിന്നെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതി തള്ളുന്നത്. ഇത് ആലോചിച്ച് നോക്കൂ. അപ്പൊ സാധാരണക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു കവർ പാല് വാങ്ങിയാൽ, വെണ്ണ വാങ്ങിയാൽ, അതെല്ലാം കഴിയട്ടെ, 1000 രൂപ ഇപ്പോൾ ഒടുവിൽ GST വെച്ചതിനാണ്. 1000 രൂപയിൽ താഴെ ഒരു ദിവസം തങ്ങാൻ ഒരു റൂമിന് ചെലവഴിച്ചാൽ അതിന്മേൽ 18% GST ആണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 1000 രൂപയിൽ താഴെ ഒരു രാത്രി തങ്ങാൻ ഒരു പാവം റൂം എടുക്കുന്നുവെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളായിരിക്കും, എത്രമാത്രം അപര്യാപ്തമായ സൗകര്യങ്ങളുള്ള മുറിയായിരിക്കും. ആ മുറിക്ക് 18% GST. ഇതാണ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഇപ്പൊ വെറും സാധാരണക്കാരായ മനുഷ്യരുടെ മേൽ, ഞാൻ നേരത്തെ ഗ്യാസ് സബ്സിഡിയുടെ കാര്യം പറഞ്ഞല്ലോ, സഭാ പ്രൊസീഡിംഗ്സ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ കണക്ക് പുറത്തുവിടേ നിർബന്ധിതരായത്. അത്തരമൊരു ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണല്ലോ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. ഇന്ത്യയിലാകെ എത്ര കോടി രൂപയുടെ പരസ്യമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിൽ കൊടുത്തത്? അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയിലെ ഇതെല്ലാ വീട്ടിലും ഗ്യാസ്, അതിന് 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ലെന്നേ. ഇപ്പൊ ഈ ശുദ്ധ തട്ടിപ്പുകൾ പുറത്തു വരും. രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴ്ന്നു. ഈ രൂപയുടെ മൂല്യത്തെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ എവിടേക്കാണ് നടന്നു പോകുന്നത്? ഏറ്റവും വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ രാജ്യം നേരിടുന്നു. അത് മറച്ചു വെക്കണം, അത് ചർച്ച ചെയ്യപ്പെടരുത്. അതിന് പാർലമെന്റ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നവര്? വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തും, ആളുകളെ കൊല്ലും, കുറെ പേരുടെ മേൽ ബുൾഡോസർ കയറ്റും, കുറെ പേരെ പിടിച്ച് ജയിലിലിടും, ചർച്ചകൾ ഡീവിയേറ്റ് ചെയ്ത് വിടും. ഫ്ലോറിനുള്ളിൽ അതൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെയോ ചർച്ചയെ അനുവദിക്കില്ല. ഇവരെ എക്സ്പോസ് ചെയ്യപ്പെടുമെന്നുള്ള പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ബുൾഡോസിംഗ് പൊളിറ്റിക്സ് ഇല്ല എങ്കിൽ ഇപ്പോൾ മുഹമ്മദ് സുബൈറിനെ ജയിലിലിട്ട വിഷയത്തിൽ എന്തായിരുന്നു സുപ്രീം കോടതിയുടെ കമന്റ്? നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പൊ ഇതെല്ലാം തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നുപുർ ശർമ്മയുടെ പ്രശ്നത്തിൽ ഇതെല്ലാം ഇവർ ചെയ്യുന്നത് എന്തിനാണ്? ജനം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, ഈ രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥ ചർച്ച ചെയ്യരുത്, തൊഴിലില്ലായ്മ ചർച്ച ചെയ്യരുത്, ഇത് ചർച്ച ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഇവര് പുറത്ത് ഡിബേറ്റ് ചെയ്യുന്നത്. സഭയ്ക്കകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സഭയ്ക്കകത്ത് ചട്ടപ്രകാരം ഞങ്ങൾ ചർച്ച ആവശ്യപ്പെട്ടാൽ ആ ചർച്ചയെ ഇവർ അനുവദിക്കുന്നില്ല. ആ ചർച്ചയെ തന്നെ ഗില്ലറ്റിൻ ചെയ്യാണ്. ചർച്ച ആവശ്യപ്പെടുന്നവരെല്ലാം പുറത്തിറങ്ങുകയാണ്. ശ്രീ ചെറിയാനൊക്കെ ഒരുപാട് കാലത്തെ മാധ്യമാനുഭവമുള്ള മുതിർന്ന ഭരണപ്രജരായ മാധ്യമ പ്രവർത്തകരാണല്ലോ. സഭയ്ക്കുള്ളിൽ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കുക, നടുത്തളത്തിറങ്ങി പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണോ? എത്രയോ സന്ദർഭങ്ങളിൽ ഇന്ന് സഭയിൽ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വളരെ പ്രമുഖരായിട്ടുള്ള കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് സഭയുടെ വെല്ലിറങ്ങി. അത്ര കണ്ട് അവരുടെയൊന്നും അനുഭവത്തില്ലാത്ത, എനിക്കെല്ലാം രാജ്യസഭയിലെ അനുഭവം എന്ന് പറഞ്ഞാൽ വെറും ദിവസങ്ങളുടെ അനുഭവം മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ പരിണിതപ്രജ്ഞരായ ആളുകൾ അവർ പോലും പറയുന്നു അവരുടെയൊന്നും അനുഭവത്തിൽ ഇങ്ങനെ ഒരു സസ്പെൻഷൻ ഇല്ല. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത അനുഭവം മാത്രമല്ല, ഇന്നലെ സസ്പെൻഷൻ, ഇന്നിപ്പോൾ സസ്പെൻഷൻ, 19 പേർക്ക് സസ്പെൻഷൻ, അത് ഒരാഴ്ച. ഇനിയിപ്പോൾ ഒരാഴ്ച റഹീം അടക്കമുള്ള 19 പേർക്ക് സഭയിൽ കയറാനാവില്ല. ബാക്കി നാളെ പ്രതിഷേധിക്കുന്നവർക്ക് നാളെയും ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രതിപക്ഷ സ്വരമേ വേണ്ട എന്ന നിലപാടിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. ഞാൻ അതിൻ്റെ മറുപടി ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് വീണ്ടും വരാം. അതിനോട് മുമ്പ് ഈ GST, എന്തിനാണ് ഈ GST എന്ന് പറയുന്ന ഏർപ്പാട് പ്രശ്നമാണെന്നുള്ളതാണല്ലോ ഇപ്പോൾ റഹീമിൻ്റെ വാദം. മിസ്റ്റർ റഹീം, 2016 ഓഗസ്റ്റ് മാസത്തിൽ ഈ ബില്ല്, GST ബില്ല് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് യുനാനിമസ് ആയിട്ടാണ്. അന്ന് നിങ്ങൾ ഇത്രയും ഗതികെട്ട നിലയിലായിരുന്നില്ല പാർലമെൻറ്റിൽ. ഈ 3 MP അവസ്ഥയായിരുന്നില്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു.
അന്ന് നിങ്ങളും ഈ GSTക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ്. യുനാനിമസായിട്ടാണ് 2 സഭകളിലും പാർലമെൻറ്റിൽ GST ബില്ല് പാസ്സായത്. നിങ്ങളുടെ ഭേദഗതികളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത GST ബില്ലിനെയാണ് നിങ്ങളിപ്പോൾ എതിർത്ത് പറയുന്നത്. പിന്നെ ഇതുകൊണ്ടുണ്ടായ പ്രയോജനം എന്താണെന്നുള്ളത്, കഴിഞ്ഞ ജൂൺ മാസത്തിലെ GST കളക്ഷൻ, രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് 1,44,616 കോടിയാണ്. 56% ടാക്സ് കളക്ഷൻ കൂടിയിരിക്കുന്നത്. അതുപോലെ ഇതിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ GST കളക്ഷൻ ഗ്രോത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 116% കേരളത്തിൻ്റെ കളക്ഷൻ ഗ്രോത്ത്. അതായത് GST സക്സസ് ആണ് എന്നുള്ളതിന് ഇതിനേക്കാട്ടിൽ വലിയ തെളിവ് ആവശ്യമില്ല. പിന്നൊന്ന്, ഇവിടെ നിർമ്മല സീതാരാമൻ ഈ കഴിഞ്ഞ GST കൗൺസിൽ ഇത് കഴിഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ട്വീറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ യുനാനിമസ് എന്നാണ്. GST കൗൺസിലിൽ ഭൂരിപക്ഷ തീരുമാനം ഭൂരിപക്ഷമല്ല, നടപ്പാക്കുന്നു. അതെ, ഭൂരിപക്ഷം മതി. പക്ഷേ ഭൂരിപക്ഷം മതി അല്ല സ്മൃതി, യുനാനിമസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐകകണ്ഠേന, അതായത് ഇവിടുന്ന് കേരളത്തിലുള്ള പ്രതിനിധി വരെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ KN ബാലഗോപാൽ ഇപ്പോൾ പറയും, ഇവിടെ വന്ന് നുണയാണ് ഈ പറയുന്നത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ GST എതിർത്തിരുന്നു. മോദി മുഖ്യമന്ത്രി ആയിരിക്കെ അപ്പോൾ CPM മാത്രം നിലപാട് മാറ്റിയെന്ന് ഞാൻ അല്ല, റഹീമിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. യുനാനിമസ് ഡിസിഷൻ. നിങ്ങൾക്ക് മറ്റൊരു നിലപാടായിരുന്നു ആദ്യം GSTയുമായി ബന്ധപ്പെട്ട്, മോദിക്ക് മറ്റൊരു നിലപാടായിരുന്നു. അതിന് GST ഇവിടെ നടപ്പാക്കാൻ, അതായത് 84 മുതൽ ഇവിടെ പ്രപ്പോസലിലുള്ള GST നടപ്പാക്കാൻ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെച്ചിട്ടില്ലല്ലോ ഇവിടെ ഇത്രയും കാലം ഭരിച്ച സർക്കാരുകൾ. അവരൊന്ന് ശ്രമിച്ചിട്ട് പോലുമില്ലല്ലോ, പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ട് പോലുമില്ലല്ലോ. പിന്നെന്തോ എതിർപ്പ് അനുകൂലവും കിടക്കുന്നു. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച അതൊരു ചർച്ചയായാലല്ലേ അവിടെ ആരാണ് എതിർക്കുന്നത് ആരാണ് അനുകൂലം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് 40-40 വർഷമായി ഇവിടെ 40 കൊല്ലമായി പ്രപ്പോസലിരിക്കുന്ന ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് 2 സഭകളിലും പാസ്സാക്കിയെടുത്ത് നിയമമാക്കിയെടുക്കാനുള്ള നട്ടല്ലുറപ്പ് കാണിച്ചത് ഈ സർക്കാരാണ്. അതിനെ ഇപ്പോൾ ഈ എതിർക്കുന്ന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഹീം പറഞ്ഞോളൂ, റഹീമിന് പറയാനുണ്ട്. അതിനുശേഷം നിജേഷിലേക്ക്. ഇത് ഇദ്ദേഹം കേൾക്കൂ. അങ്ങനെയല്ല, ഈ GSTയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങളുടെ അധികാരം, ടാക്സ് പിരിക്കാനുള്ള അധികാരം കവർന്നെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതാണ് നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ഈ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള GST ഡിവിഡന്റ് നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല? കേരളത്തിന് കുടിശ്ശിക പോലും കൊടുക്കുന്നില്ല. പ്ലീസ് അങ്ങനെയല്ല നിങ്ങൾ കേൾക്ക്. ആ നിലയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ആ നിലയിലേക്കല്ല. കൃത്യമായ അഭിപ്രായം പ്ലീസ് അങ്ങനെയല്ല. അതല്ല, നിങ്ങൾ അതിലേക്കല്ല പോകേണ്ടത്. എന്റെ അഭിപ്രായം നിങ്ങൾ കേൾക്ക്. നിങ്ങൾ വിഷയത്തെ വളരെ ബോധപൂർവ്വം ബുദ്ധിപൂർവ്വം ഡിബേറ്റ് ചെയ്തുകൊണ്ട് പോവാണ്. എന്റെ അവസരത്തിൽ ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടില്ലല്ലോ. ഇദ്ദേഹം നിരീക്ഷകനായി പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെതല്ലാത്ത അവസരങ്ങളിൽ കയറി ഇടപെടുകയാണ്. അത് ശരിയല്ല, അത് അൺഫെയർ ആണ്. അങ്ങ് വിട്ടാതിരിക്കും. ഞാൻ എന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്യട്ടെ. GSTയുമായി ബന്ധപ്പെട്ട് CPIMന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ആദ്യം മുതൽ ഇതുവരെയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. GSTക്ക് ഞങ്ങൾ എതിരാണ്. GSTയുമായി ബന്ധപ്പെട്ട് GSTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾ എതിർക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അതിന്മേൽ നടപ്പിലാക്കുന്ന രീതി എങ്ങനെയാണ്? നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഘട്ടങ്ങളിലായി സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാണ്. ഇപ്പോൾ ഡിമാൻഡ് പാർലമെന്റിൽ ഇപ്പോഴും പറയട്ടെ, ബഹളം വെക്കാതിരിക്കൂ. അത് മാത്രം പറഞ്ഞാൽ അതൊന്ന് പറയൂ. നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. കൗതുകത്തോടെ അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. ബഹളമല്ല, ഞാൻ ബഹളം വെക്കാതിരിക്കൂ. നിങ്ങൾ അസ്വസ്ഥനാവില്ല. അല്ലല്ല, അതല്ല നിങ്ങൾ ഇത് പറഞ്ഞു. നിങ്ങൾ എന്തിന് പാർലമെന്റിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തു? അദ്ദേഹം നിർത്തിയോ? അങ്ങ് നിർത്തിയോ? നിർത്തിയെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാം. ഇടയ്ക്ക് കയറി ഇങ്ങനെ ഇടപെടുന്ന രീതി വളരെ മോശമാണ്. അത്തരം ചർച്ചയ്ക്ക് ഞാനില്ല.
അതൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും ഈ ചർച്ചയെ ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഇത് ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. ഇത് കേട്ടാത്തൊന്നും പുള്ളിയെ ഈ GST എല്ലാ ടാക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളാണെന്ന്. നിങ്ങളുടെ വീട്ടിലുള്ള പാചകവാതകത്തിന്റെയും നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന്റെയും നിങ്ങളുടെ ജീവിത ചെലവിന്റെയും കൂടി പ്രശ്നമാണിത്. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്ക്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സസ്പെൻഷൻ വാങ്ങിയത് ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം, ഗൗരവമുള്ള പ്രശ്നം എന്താ? ഞാൻ ഉന്നയിച്ച ഗൗരവമായ പ്രശ്നം ഈ ലോകത്ത് ഏറ്റവും അധികം ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. സപ്പോർട്ട് ചെയ്തു അത് മാത്രം പറയട്ടെ, കേൾക്ക്. അതല്ലാതെ GST മാത്രമല്ല, ഞാൻ ഈ പാചകവാതകത്തിന്റെ സബ്സിഡിയുടെ കാര്യം പറഞ്ഞില്ലേ? ഞങ്ങളുടെ ചർച്ച എന്റെ ചോദ്യം വളരെ സിമ്പിൾ പറയുന്നത് ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് മാത്രം നിങ്ങൾ വരുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയല്ല, ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ GST ആണ് ഇത് ഏക കുഴപ്പം എന്നല്ല. അങ്ങ് കേൾക്ക്, ബഹളം വെക്കാതിരിക്കെ. ഞങ്ങൾ ഉന്നയിക്കുന്ന രൂപയുടെ മൂല്യം ഇടിഞ്ഞു താഴ്ന്നു. ഞങ്ങൾ ഉന്നയിക്കുന്നത് ഫ്യുവൽ പ്രൈസ് ഹൈക്ക്, രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിതമായി കുതിച്ചുയരുന്നു. നിങ്ങൾ പാചകവാതകത്തിനുൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. അല്ലാതെ പാർലമെന്റിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്ത ഇതിനാണ്, പാർലമെന്റിൽ ഞങ്ങൾ ചർച്ച ആവശ്യപ്പെടുന്ന ഇതിനാണ്. ആ ചർച്ച പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്തു. വളരെ സിമ്പിൾ ആണ്. എവിടെ സപ്പോർട്ട് ചെയ്തു? ഇല്ല. അനാവശ്യമായി എന്തെങ്കിലും പറയാതിരിക്കൂ. അനാവശ്യമല്ല. നിങ്ങൾ രാജ്യത്തുണ്ടാകുന്ന 2016 ഓഗസ്റ്റിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മോദി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എതിർത്തു, പ്രധാനമന്ത്രിയായപ്പോൾ നടപ്പാക്കി. അപ്പോൾ അവിടെ അത് നിൽക്കുന്നുണ്ട്. ഇത് GST ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. ഇവിടെ പാർലമെന്റിൽ ഒരിടത്തും വന്നിട്ട് പോലും ഇല്ല സ്മൃതി. പിന്നെങ്ങനെയാണ് മോദി എതിർക്കുക? ഒരു മിനിറ്റ്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാണ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എതിർത്തു. അതിനിത് ചർച്ചാ വിഷയം ആയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? റഹീം പറഞ്ഞോളൂ. വെറുതെ എന്തെങ്കിലും പറയാതെ. വെറുതെ ഒന്നുമല്ല, റഹീം പറയൂ. ഇതിനകത്ത് വെറുതെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രാപ്പിൽ നമ്മൾ പോയി വീഴേണ്ട കാര്യമല്ല. നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയം എന്താണ്? GST ആരെല്ലാം വോട്ട് ചെയ്തു? GST എന്ന ഒരൊറ്റ പ്രശ്നത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അല്ല, നിങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഈ GSTക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറ. ശരി, നമ്മുടെ സമയം കുറയുകയാണ്. നിജേഷ് കൂടി പോകേണ്ടതുണ്ട്. ശരി, പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു. സ്മൃതി, റഹീം എന്നാ പൂർത്തിയാക്കൂ. ഞാൻ സംസാരിച്ചോട്ടെ. വേഗം പറഞ്ഞു. GST രാജ്യം നേരിടുന്നത്, ഞങ്ങളുടെ പോയിന്റ് വളരെ ലളിതമാണ്. എല്ലാ ദിവസവും 267 നോട്ടീസ് ഞങ്ങൾ കൊടുക്കുന്നത് രാജ്യത്താകെ കടുത്ത വിലക്കയറ്റം നേരിടുന്നു. ഇന്ധന വില വർധനവ് രൂക്ഷമാണ്. ഇപ്പൊ ജനങ്ങളുടെ ജീവിതഭാരം ഉയരുന്നു. വിലക്കയറ്റത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. വിവിധ സംസ്ഥാനങ്ങൾക്ക് GST വിഹിതമായി കുടിശ്ശികയായി നിങ്ങൾ കൊടുക്കേണ്ട പണം കേന്ദ്രം തിരിച്ചെടുത്തിട്ട് നിങ്ങൾ വിഹിതം ഇങ്ങോട്ട് കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. ആ പണം കൊടുക്കുന്നില്ല. ജൂൺ വരെയുള്ളത് കേന്ദ്രത്തിന്റെ മെയ് വരെയുള്ളത് ഇല്ല. ബഹളം വെക്കാതിരിക്കുക. അല്ല, നിങ്ങൾ തെറ്റായിട്ടുള്ള വസ്തുത പറയണ്ട. ഇതുവരെയുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതല്ല, രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജനത്തിന് എന്നും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് ശരി, നിങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നിജേഷ് അരവിന്ദ്, അവസാനമായി നിങ്ങളെ സംബന്ധിച്ച് ഓരോ MP-മാരായി പുറത്താവുകയാണ്. ഇനി ഓരോ ദിവസം എത്ര ദിവസത്തോളം പുറത്താക്കുമെന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷാംഗങ്ങളുടെ എണ്ണം അങ്ങ് കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കുക, ഇതാണ് സർക്കാരിന്റെ തീരുമാനം. ഇതാണ് പാർലമെന്റിൽ ഭരണപക്ഷം നടപ്പാക്കാനിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് ഇനി മുന്നിൽ? ഇവിടെ ഷാബു പ്രസാദ് ചെയ്യുന്നത് തന്നെയാണ് BJP ചെയ്യുന്നത്. അഥവാ BJP പഠിപ്പിച്ചയച്ചിട്ടാണ് ഷാബു പ്രസാദിനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളിന്ന് പാർലമെന്റിനകത്തേക്ക് രാഷ്ട്രപതിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് ഈ വിഷയം വിലക്കയറ്റം ഉന്നയിച്ചാണ്. ഏറ്റവും പ്രധാനമായി വിലക്കയറ്റം ഉന്നയിച്ചിട്ടാണ്.
അപ്പോ ഞങ്ങൾ പാർലമെന്റിന് പുറത്തേക്ക് സമരം വ്യാപിക്കും. പാർലമെന്റിനകത്ത് രാവിലെ തന്നെ ജയ് ശ്രീറാം വിളിയോടുകൂടി ആരംഭിക്കുന്ന മോദി സ്തുതി മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ജനത പുറത്തുണ്ട്. ഞങ്ങൾ സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കും. എന്തുകൊണ്ട് ഷാബു പ്രസാദിന്റെ പൊട്ടിച്ചിരി പെട്രോളിന്റെ വിലവർദ്ധനവിൽ കാണുന്നില്ലല്ലോ, ഉജ്ജ്വല യോജനയിൽ കാണുന്നില്ലല്ലോ, പാചകവാതകത്തിന്റെ വിലവർദ്ധനവിൽ കാണുന്നില്ലല്ലോ. ആ കാലഘട്ടത്തിലൊക്കെ ജനങ്ങളെ ആ പൊട്ടിച്ചിരി, ഈ പൊട്ടിച്ചിരി, പരിഹാസച്ചിരി, ഇത് നിങ്ങൾ ജനങ്ങളോടാണ് കാണിക്കുന്നത് മിസ്റ്റർ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നു. പ്ലക്കാർഡ് പിടിച്ചതിന്റെ പേരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു, ഇന്ന് 17 പേരെ സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ജനാധിപത്യത്തിന്റെ ചരിത്രം പറഞ്ഞു വരുന്നു. മിസ്റ്റർ ഷാബു പ്രസാദ്, നിങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി ഗാന്ധിയെ കൊന്ന, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഒറ്റുകൊടുത്ത, ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. ഇന്ന് സാധാരണക്കാരുടെ വിലക്കയറ്റം നിങ്ങൾ പറ. കഴിഞ്ഞ GST കൗൺസിൽ വില കൂട്ടി എന്തിനൊക്കെയാ? പാലിന്, തൈരിന്, ചീസിന്, ധാന്യങ്ങൾക്ക്, അരിക്ക്, പരിപ്പിന് തുടങ്ങി എല്ലാത്തിനും വില വർദ്ധിപ്പിച്ചു. ആ വില വർദ്ധിപ്പിച്ച സമയത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ഇന്ത്യയുടെ പാർലമെന്റിൽ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും അതിനെ ഇവിടെ വന്ന് ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് എന്താണ് പറയേണ്ടത്? ഇന്ത്യയുടെ എന്നിട്ട് നിങ്ങൾ മനോഹരമായി പറയുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടുന്ന് അയച്ച ആളുകളൊക്കെ ശശി തരൂരാണെങ്കിലും NK പ്രേമചന്ദ്രനാണെങ്കിലും ഹൈബി ആണെങ്കിലും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്ത് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ അവതരിപ്പിക്കുന്ന ആളുകളെ പിടിച്ച് പുറത്താക്കലാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പറയുന്നു പാർലമെന്റിനകത്തുള്ള ആളുകളെ പിടിച്ച് പുറത്താക്കുന്നത് അവസാനിക്കില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് ഇതാണ്. ശ്രീ ഷാബു പ്രസാദ്, എനിക്ക് GST പറ്റിയ സംശയമുണ്ടായിരുന്നു, ഞാനത് പ്രണബ് മുഖർജിയോട് ചോദിച്ചു. മോദി പ്രധാനമന്ത്രിയായിരിക്കെ പാർലമെന്റിൽ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അദ്ദേഹം എതിർക്കുകയും ചെയ്തിരുന്നു. അല്ല സംശയം ഉണ്ടായിരുന്നു, എതിർക്കുകയും ചെയ്തിരുന്നു. താങ്കൾ നിഷേധിച്ച കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. താങ്കൾ നിഷേധിച്ച കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഷാബു പ്രസാദ് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മോദി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് GSTക്ക് എതിരായിരുന്നു. 2, യുനാനിമസ് ആയിട്ടാണ് GST പാസാക്കിയത്. അല്ല, ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അന്നും ഇന്നും എന്നും പറയുന്ന വാക്കാണിത്. ഇത് ജനങ്ങളെ അവസാനമായി ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളുടെ പ്ലാൻ എന്താണ്? ഒരാഴ്ച പുറത്ത് പ്രതിഷേധം, അത് കഴിഞ്ഞ് അകത്ത് വീണ്ടും ഇതുപോലെ നടുത്തളത്തിലിറങ്ങാനാണോ? റഹീം, ചുരുക്കി. അല്ല, ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ നോക്കേ വേണ്ട. ഈ അധമരാഷ്ട്രീയത്തിന് മുമ്പിൽ കീഴടങ്ങാൻ ഞങ്ങൾ മനസ്സില്ല. അതിശക്തമായ അതിനെതിരെ പ്രതിഷേധം തുടരും, പാർലമെന്റിനുള്ളിലും പാർലമെന്റിന് പുറത്തും. ഇന്നിപ്പോൾ ബാക്കിയുള്ള അംഗങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ ഉൾപ്പെടെ വെല്ലിലേക്ക് വന്ന് ആവശ്യപ്പെട്ടു ഞങ്ങളെ കൂടി പുറത്താക്കൂ. നാളെയും അത് തന്നെയാണ് തുടരാൻ പോവുക. പാർലമെന്റ് പുറത്ത് പ്രതിഷേധം തുടരും. ഇനി തിരിച്ചു ചെന്നാലും ഞങ്ങൾ അവർക്ക് അപ്രിയമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വളരെ ക്ലിയറാണ്. അവരോട് അപ്രിയമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന, അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളിൽപ്പെട്ടവരെ അവർ പുറത്താക്കുകയാണ്. ഞങ്ങൾ സഭയുടെ ഏതെങ്കിലും റൂൾ ഓഫ് പ്രൊസീജിയറിന് എതിരായിട്ടല്ല ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങൾ സഭയിൽ ഒരു അംഗത്തിന്, ഇവിടെ നേരത്തെ ശ്രീ ചെറിയാൻ സൂചിപ്പിച്ചതുപോലെ, ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജനങ്ങളെയാണ്. ശരി, സമയം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വിഷയങ്ങൾ ശക്തമായി തന്നെ അവതരിപ്പിക്കാൻ കഴിയട്ടെ. വന്നിരിക്കുന്നതല്ല, ഞങ്ങൾ ജനങ്ങളെ പ്രതിനിധീകരിച്ച്. ഓക്കെ, സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.